തകൃതത്വം തകൃതാം തകൃതാമില്ലത്തൈ തനതന തന്ദത്താനാതന്ദ തനതന തന്ദത്താനാതന്ദ തനതന തന്ദത്താനാതന്ദ താനും താന താനാ തന തന തന്ദ താനാ തന്ദ താനും താനാ എൻ്റെ പേര് മൊയ്തീൻ. പരിപാടിൻ്റെ ഈ കോൽക്കളീൻ്റെ പഴയകാലത്തെ ഒരു മെമ്പറാണ് ഞാൻ. ഒരു ഏകദേശം ഒരു 50 കൊല്ലം മുമ്പുള്ള. പിന്നെ അത് അന്ന് ഞങ്ങൾ പല പരിപാടികൾക്കും പോയി, അതുപോലെ മറ്റേ കോഴിക്കോട് ടൗൺ ഹാളിലും മറ്റും പോയി കളിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിയ ആളുകളാണ്. അങ്ങനെ അത് ഞങ്ങൾക്ക് അങ്ങനെ അന്യം നിന്ന് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ഗൾഫിലും മറ്റും മറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ ഇത് മറന്ന രീതിയിലായിപ്പോയി. എങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ ഈ പഴയ ആളുകളൊക്കെ അവിടെ ഒത്തുകൂടിയപ്പം ഒന്നുകൂടി ഒന്ന് ഇതിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ അതിലൊരു കളിയും അതിൻ്റെ ആ ഒരു പിന്നെ ഗുരുകുലം പരിപാടിയെല്ലാം കൂടിയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. അതാണ് ഇപ്പോൾ ഇതിന് കാരണക്കാരായത്. ഏതായാലും ഞങ്ങളിത് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സെറ്റ് ഞങ്ങൾ ഒരു 12 ആള് ഒരു ഭംഗിയായി കളിച്ച് ആക്കിയെടുക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി അങ്ങനെ തുടങ്ങിയതാണ്. ഇത് എത്ര വർഷമായി നമ്മൾ ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോ ഞങ്ങൾ ഇപ്പൊ തുടങ്ങിട്ടോ. ഇപ്പൊ തുടങ്ങിയിട്ടില്ല, ഞങ്ങളൊരു 6 മാസം 7 മാസമൊക്കെ ആയിട്ടുള്ളൂ. 6 മാസമായി. ഇപ്പൊ തുടങ്ങിയിട്ട്. പണ്ട് മുതലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഗുരുക്കന്മാർ ഇതൊരു 75-80 കൊല്ലം മുമ്പേ ഒരു പഠിച്ച്, പിന്നെ ഞങ്ങൾക്ക് 50 വർഷത്തിന്റെ മുമ്പാണ് ഞാനൊക്കെ പഠിച്ചത്. ഞാൻ ഈ നിൽക്കുന്ന ആള്, ഇവര്, പിന്നെ മുഹമ്മദ്, ഇങ്ങനെ 5-8 ആളുകളുണ്ട്. ഞങ്ങളൊരു 50 വർഷം മുമ്പേ പഠിച്ച ആളുകളാ. അങ്ങനെ ഞങ്ങൾ അന്ന് പല പരിപാടികൾക്കൊക്കെ പോയി, അങ്ങനെ അതങ്ങ് നിന്നും പോയി. പിന്നെ വേറെ 2-3 സെറ്റ് ഇവിടെ സ്കൂളിലെ ആവശ്യങ്ങൾക്കൊക്കെ, സ്കൂളിൽ നിന്ന് മറ്റേ കലോത്സവത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ചെറുങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട്, അത് അബ്ദുറഹ്മാൻ അതിൻ്റെ ആള്. അപ്പൊ അതൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ ഫോട്ടോയിൽ കണ്ട ആളെ മകനാണ്, ഇളയ മകനാണ്. മറ്റവനായിരുന്നു, മൂത്തോനായിരുന്നു അതിൻ്റെ ഒക്കെ ആള് ഞങ്ങളുടെ അടുത്തില്ല, ഞങ്ങളുടെ കൂടെ ഇല്ല ഇപ്പോൾ. പിന്നെ 2ാമത്തെ ആളാണ് അവൻ. പിന്നെ ഇത് ഞങ്ങളെ 2ാമത്തെ കുരിക്കള് മൊയ്തീൻ കോയ എന്ന് പറഞ്ഞ ആൾ. 2 ആളെ പേരും മൊയ്തീൻ കോയ തന്നെയാണ്. ആ മൊയ്തീൻ കോയ എന്ന് പറഞ്ഞ ആളെ മകനാണ്. ആനെ മകന പൂക്കാനി തേനാളെ ആനെ മകന പൂക്കാനി തേനാളെ ഞാൻ കണ്ടതില്, അതായത് ഞാനിപ്പോ നിങ്ങളെ കോൽക്കളി കണ്ടു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്ന കലോത്സവത്തിനൊക്കെ കളിക്കുന്നതിനെക്കാട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. പഴയ ഒരു ടൈപ്പ് കളിയാണെന്ന് തോന്നുന്നു. എന്താണ് അങ്ങനെ ഒരു പഴയ ഒരു ടൈപ്പ്? ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കോല് ഒരിങ്ങനെ മുകളിലേക്കാണ് 2 കോലും കൂടി. കോല് ഇങ്ങനെ, ഞങ്ങളെ കോലുകൾ മുഴുവൻ ഇങ്ങനെയാണ് പണിയ. മറ്റേ അവരെ കോല് ഇതാണ്, ഇങ്ങനെ ഈ അടിയാണ്. അപ്പൊ ഈ കോല് കൊണ്ട് ഇങ്ങനെ നടക്കുക ചെയ്യുക. അപ്പൊ അവിടെ അടിച്ച് ഇവിടെ അടിച്ച് അങ്ങനെ കളിക്കുക. ഈ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഞങ്ങളതല്ല, ഞങ്ങള് സിംഗിൾ അടി. ഇത് ഞങ്ങളിത് 3 പണിച്ചില്ല. ഈ 3 പണിച്ചിൽ പണിഞ്ഞിട്ടേ അടിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കോലിന്റെ അടിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങളെ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു കളരി സ്റ്റെപ്പാണ്. പഴയ കളരി ഉണ്ടല്ലോ, കളരി മോഡലിലുള്ള സ്റ്റെപ്പാണ്. അപ്പൊ അതിൽ കുറച്ച് അമർച്ചമൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരായി വരുന്നുള്ളൂ. ശരിക്കും കളിക്കുമ്പോ ചാടി വീണ് ഒക്കെ കളിക്കുന്ന ഈ ഞങ്ങളെ പൂർവികന്മാരൊക്കെ, അതായത് ഇതെവിടെ അദ്ദേഹത്തിന്റെ വാപ്പ ഒക്കെ ഭയങ്കര കളിക്കാരനായിരുന്നു. ശരിക്കും ഒരാളെ വരത്ത് ചാടിയിട്ടായിരുന്നു
വീഴ അങ്ങനെ കളിച്ചിരുന്നു. അങ്ങനെയൊക്കെ കളിക്കാറുണ്ട് ഇവരൊക്കെ. ഇവനെ കാലിക്കോയൊക്കെ അങ്ങനെ കളിക്കുന്ന ആളുകൾ പെട്ട ആളാ. അങ്ങനൊക്കെ ഒരു പ്രത്യേകതരം ഒരു കളി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി, ഞങ്ങളും ആരും അങ്ങനത്തെ ഒരു കളി എവിടെയും കണ്ടിട്ടില്ല. ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം തന്നെ ഞങ്ങൾക്ക് അറിയില്ല. ഈ കളി എവിടുന്ന് വന്നതാണ് ചോദിച്ചില്ല. ഞങ്ങൾ ഓരോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലായിരുന്നു. ശരിക്കും കോൽക്കളിന്റെ ഉത്ഭവം എവിടുന്നാണെന്ന് ഇപ്പോഴും അറിയൂല. അതെ, അങ്ങനെ നിൽക്കണം. പണ്ട് പ്രവാചകന്റെ കാലത്ത് തുടങ്ങിയതായിരിക്കും. ആയിരിക്കാം. അതെ, മിക്കവാറും ഓരോ എഴുതിയ പാട്ടുകളാണ് ഞങ്ങൾ ഓരോ സ്മരിച്ചുകൊണ്ട് തന്നെ പാടിയത് ഇപ്പോഴും. ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ടുള്ള പാട്ട്. അത് പാട്ട് അല്ല, ഓരോ എഴുതി ഉണ്ടാക്കിയ പാട്ടായിരുന്നു. ഓരോ കളിക്ക് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയ പാട്ടാണ്. അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് പിന്നെ ഞങ്ങള് അങ്ങനെ ഇപ്പോ കൊണ്ടു നടക്കുന്നത്. ശരിക്കും ഇപ്പോഴത്തെ കളിയിലും നിങ്ങൾ കളിക്കുന്ന കളിയിലും എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഈ കോലിന്റെ അടീന്റെ വ്യത്യാസമല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വേറെ സ്റ്റെപ്പുകൾ മാറ്റുണ്ട്. സ്റ്റെപ്പുകൾ ഈ കോത്ത് കളികളൊക്കെ മാറ്റുണ്ട്, ഒരുപാട് മാറ്റുണ്ട്. ശരിക്കും ഇത് ഈ കളിക്കുന്നത് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതില് മാത്രമായിട്ടാണ്. അത് ഒറിജിനൽ കളി ഏത് നമുക്ക് വരുന്നത്? ശരിക്കും ഒറിജിനൽ കളിയാണ് ഞങ്ങൾ ഇപ്പൊ കളിക്കുന്ന കളി. അതിൽ ഇനി പൂർണ്ണമാവാണെങ്കിൽ ഒരു കുറച്ചും കൂടി ഉണ്ട്. കുറച്ചും കൂടി അതിന്റെ രൂപത്തിൽ അതിന് താളം പറഞ്ഞുകൊണ്ടൊക്കെ നിർത്താനുണ്ട്. അതായത് ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകുമ്പോ പെട്ടെന്ന് താളം എന്ന് പറയും. താളം 2-2 തകൃതേത്താന്ന് പറയും. പിന്നെ ഒന്നുകൂടി 2-2 തകൃതേത്താന്ന് പറയും. പിന്നെ ഞങ്ങൾ 3 മിനിപ്പോ തകൃതേത്താന്ന്. അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-2 തകൃതേത്താന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആൾക്ക് പോയിട്ട് കോലടിച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നത്തെ മൂന്നാമത്തെ ആൾക്ക് പോയിട്ട് അടിച്ച് അവിടുന്ന് പിന്നെ വെട്ടിമറിഞ്ഞ് ഉള്ളിറങ്ങി അവിടുന്ന് പുറത്ത് കയറി അങ്ങനെയൊക്കെ പോണതാണ് ഈ 2-2. പിന്നെ 3 മിനിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ആൾക്കാണ് പിന്നെ പോയിട്ട് കോലടിക്കുന്നത്, പുറത്തുള്ള. പിന്നെ മിനുപോ എന്ന് പറയും. അപ്പൊ നാലാമത്തെ ആൾക്ക് പോയി കോലടിച്ചിട്ട് മൂന്നാമത്തെ ആൾക്ക് വീണ്ടും വെട്ടിമറിഞ്ഞ് പുറത്ത് കയറി പുറത്തുകൂടെ 3 ആളുകൾക്ക് വീണ്ടും കോല് പോയി. പിന്നെ ഉള്ളിറങ്ങി ഉള്ളിന്ന് 3 ആളുകൾക്ക് വീണ്ടും പോയി. പിന്നെ പൂവൈനാർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആൾക്ക് പോയി വെട്ടിമറിഞ്ഞ്, പുരുഷാരെന്ന് പറയുന്ന വേറൊരാൾക്ക് 3 ആൾക്ക് വെട്ടിമറിഞ്ഞ്, അങ്ങനെ ഒരു 4 ചീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ലാസ്റ്റ് താമില്ലത്തെ എന്ന് പറഞ്ഞ് നിർത്തുന്നത്. അതാണ് കറക്റ്റ്. കളി തുടങ്ങുന്ന നാളെത്തെത്തും. എങ്കളിലുടക്കവും തന്നിടണം ഞാൻ മന്നാനെ, വന്ദനം ചിന്തകൾ ഉന്നാനെ, ഏലത്തെ തൂണും നാട്ടി കെട്ടിട മറ്റുകളുന്നാനെ. ഇപ്പോഴത്തെ കുട്ടികളെ കലോത്സവത്തിനൊക്കെ പോവാറുണ്ട്. പക്ഷെ അതൊക്കെ ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് നിർത്തിക്കാളെ ചെയ്യാം. അതൊരു താളം പറഞ്ഞു നിർത്തുന്ന ഒരു രൂപത്തിലേക്കല്ല, ടൈമും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അത് കളിക്കല്. അതില് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ കോലിന്റെ കളി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവത്ത് പരിപൂർണ്ണമായിട്ടില്ല. ഞങ്ങളിപ്പോ കളിച്ച കളിയും ചിലപ്പോ ഈ ഇതിൽ ആരെങ്കിലും കാണുന്നവർക്ക് അങ്ങനെ അതിന്റെ പരിപാടിയിലാണ് ഞങ്ങൾ ഡെയിലി ഞങ്ങള് പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്. അതല്ല, ഈ കുട്ടികളുടെ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികളുടെ കലോത്സവത്തിന്റെ കളി പരിപൂർണ്ണമാകുന്നില്ല. അത് ടൈമിന്റെ പ്രശ്നം. അത് ടൈമിന്റെ പ്രശ്നമായിരിക്കാം. ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. ഇല്ല, ആസ്വാദനത്തെ ബാധിക്കുന്നൊന്നുമില്ല. ഇല്ല. ആനെ മകന പൂക്കാനി തേനാളെ. നമ്മൾ ഈ കളിക്ക് ഇതിൽ നാനാജാതി മത്സരം ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ. അതൊരു സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഒക്കെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ കളി. ഞങ്ങൾ അടുത്ത വീടുകളിലൊക്കെ അതിൽ പണക്കാരെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ ഒന്നില്ലാതെ ഒരുവിധം വീടുകളിലൊക്കെ ഞങ്ങൾക്ക് പോയി കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക. അവരൊക്കെ നല്ല പ്രോത്സാഹനം. ആ കാലഘട്ടത്തിലൊക്കെ ഇന്നത്തെക്കാളും മൂല്യം കുറഞ്ഞൊരു കാലഘട്ടം, ഇന്നത്തെ പണത്തിനേക്കാളും. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ മൂല്യത്തിന് ഉതകുന്ന രീതിയിലുള്ള അവരെ ഒരു സമ്മാനങ്ങളും മറ്റ് സാമ്പത്തികമൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. കാരണം നമ്മളോടുള്ള ആ കളിയുടെ ഒരു ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ. അങ്ങനെ ആ ഒരു സാഹോദര്യവും കൂടി ഞങ്ങൾ ഈ കളിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ ഇന്നും നമ്മളോട് ഇപ്പൊ കളി തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് പറയുണ്ടായി, പിന്നെ ഞാനും പഴയ കളി ഉള്ള ആളുകളാണ്, അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്കും അതിലേക്ക് വരണമെന്ന് ആഗ്രഹം. ഞങ്ങൾ 4 കയ്യും കുട്ടി അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ ഒരു സാഹോദര്യവും സ്നേഹവുമാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിനൊക്കെ ആവശ്യം. അതുകൊണ്ട് അവരെയും കൂടി നമ്മൾ നമ്മളെ കളിയിലേക്ക് ഈ ഒരു ചാനലിലൂടെ നമ്മൾ സ്വാഗതം ചെയ്യാം. ചന്ദ്രമുഖവടി കോമള നബി തിരുകല്യാണം, നബി തിരുകല്യാണം,
നബി തിരുകല്യാണം ആദിമാനവരാദിയ നബി തിരുകല്യാണം